നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ITR 2 എങ്ങനെയാണ് ഫയൽ ചെയ്യാൻ പോകുന്നതെന്നാണ്. ഈ ഒരു സെഷനെ നമ്മൾ 3 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കാണ് ITR 2 ഫയൽ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ITR 2 ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻകം നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രോസസ്സാണ് ITR 2 ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ITR റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് നമ്മൾ റിട്ടേൺ കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ITR 2 ആർക്ക് ഫയൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം 5 ഹെഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതിൽ ബിസിനസ് ഇൻകം ഇല്ലാത്തവർക്ക് ITR 2 ഫയൽ ചെയ്യാം. അപ്പം ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ITR 1ഉം 2 ആണ് ബിസിനസ് ഇൻകം ഇല്ലാത്ത ഇൻഡിവിജ്വലിന് ആപ്ലിക്കബിൾ ആയത് ITR ഫോംസ്. ITR 1 സാലറി ഇൻകം, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ഇൻകം ഫ്രം അതർ സോഴ്സിനുണ്ടെങ്കിൽ ITR 1 യൂസ് ചെയ്യാം. അല്ലാത്തവരെല്ലാം എന്ത് ചെയ്യണം? ITR 2 യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻകം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ITR 2 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ചില ITR 3, അതായത് ഒരു ഇൻഡിവിജ്വലിന് ക്യാപിറ്റൽ ഗെയിനും ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ ITR 3 യൂസ് ചെയ്യണം. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് സാലറി ഇൻകവും ക്യാപിറ്റൽ ഗെയിനും ഹൗസ് പ്രോപ്പർട്ടി ഇൻകവും ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻകം ഉണ്ടെങ്കിൽ ആരാംസെ യു ക്യാൻ ഗോ ആൻഡ് ഫയൽ ITR 2. ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരാളുടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഇൻട്രാഡേ ചെയ്യുന്നവരുടെ ഇൻകം ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ITR 3 യൂസ് ചെയ്യണം. അതല്ല നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആർക്കാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ അവർക്ക് സാലറി ഇൻകം, അതർ സോഴ്സിൽ ഇൻകം ഉണ്ടെങ്കിൽ അവരാണ് ITR 2 ഫയൽ ചെയ്ത് അവർക്കുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? നമ്മുടെ ഇൻകത്തിന്റെ ഡീറ്റെയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഒരാളുടെ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും അവൈലബിൾ ആയിട്ട് ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ അവൈലബിൾ ആണ്. അത് ഇൻകം ടാക്സിന്റെ ഇ ഫയലിംഗ് ടാബ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിന്റെ മേലിൽ AIS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ AIS നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇതൊരു AISന്റെ സാമ്പിളാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സാലറി ഉണ്ട്. ഈ സാലറി ഇൻകത്തിന്റെ ഡീറ്റെയിൽ ബ്രേക്കപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് TDS ഡിഡക്ട് ചെയ്യുന്നവരാണെങ്കിൽ എംപ്ലോയർ ഫോം 16ന്റെ പാർട്ട് B എന്ന് പറയുന്ന ഒരു ഫോം തന്നിട്ട് കാണും, അതെടുക്കുക. അതായത് ഇതാണ് ഫോം 16ന്റെ പാർട്ട് B. അതായത് TDS ഡിഡക്ട് ചെയ്തപ്പോൾ എംപ്ലോയർ സാലറി ഇൻകം വെച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ഓൾറെഡി ചെയ്തു, അതിന്റെ ബ്രേക്കപ്പ് ആണിത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ SSCക്ക് 12 ലക്ഷം രൂപ ഇൻകം ഉണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ അറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഇവിടെ ഷെയറിന് ഡിവിഡൻഡ് ഉണ്ട്. അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിക്കുക. ഷെയർ പർച്ചേസ് ചെയ്തു, പേടിക്കുന്നത്, അത് ഇൻകം അല്ല. ഫോറിനിൽ പോയപ്പം നമ്മളിപ്പോൾ കറൻസി യൂസ് ചെയ്തു, അതും ഇൻകം അല്ല. പക്ഷെ അതൊക്കെ പേ ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് നമുക്കുണ്ടോ എന്ന് മാത്രമേ നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെയാണ് സെയിൽ ഓഫ് ഷെയർ. അപ്പം ഈ പറഞ്ഞ SSC ഷെയർ വിട്ടിട്ടുണ്ട്, ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുക. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ. ഒന്ന്, നിങ്ങൾ ഏത് ബ്രോക്കർ ത്രൂ ആണോ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അവരോട് ചോദിക്കുക. അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടാക്സ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ലോങ് ടൈം ഗെയിൻ എത്രയാണ്, ഷോർട്ട് ടൈം എത്രയാണ്, ഇൻട്രാഡേ എത്രയാണ്, ഫ്യൂച്ചേഴ്സ് എത്രയാണെന്ന് അറിയാം. അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡൗൺലോഡ് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ഇൻകം ടാക്സിന്റെ പോർട്ടൽ ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ incometax.gov.in ആണ്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻകം ടാക്സിന്റെ ഫോം പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഇതാണ് ഫോം പേജ്. നിങ്ങൾ യൂസർ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ഇല്ലാത്തൊരാളെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ച്. നിങ്ങളുടെ പാൻ നമ്പർ ആയിരിക്കും യൂസർ ID, പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ മേലിൽ AIS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താണ് ഞാൻ മുമ്പേ കാണിച്ച് ഡൗൺലോഡ് ചെയ്തത്. ദ പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് വേറെ ഒരു സൈറ്റിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. ഇതാണ് ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ്, ഇൻസൈറ്റ് പോർട്ടൽ. ഇവിടെ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾ വാങ്ങിച്ച ഷെയർസിന്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് Excel ഫയൽ അല്ലെങ്കിൽ CSV ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു Excel ഫയൽ നിങ്ങൾക്ക് കിട്ടും. ഈ Excel ഫയലിനകത്ത് നിങ്ങൾ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഫിൽട്ടർ ചെയ്യുക. ലോങ് ടൈമിന്റെ ടോട്ടൽ എടുക്കുക. അതോടൊപ്പം തന്നെ സെയിൽ വാല്യൂം കിട്ടും, അതോടൊപ്പം തന്നെ കോസ്റ്റും കിട്ടും, അതോടൊപ്പം തന്നെ
ഷോർട്ട് ടേമിൻ്റെ സേവ് വാല്യൂ കോസ്റ്റും കിട്ടും. ഇത് മതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടി. ഈ പറയുന്ന ഡോക്യുമെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ITR ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ തേർഡ് പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് ITR2 പ്രാക്ടിക്കലി ഫില്ലപ്പ് ചെയ്തിട്ട് ഫയൽ ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. IT റിട്ടേൺ ഫയൽ ചെയ്യാൻ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം ITR2. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ. അതിൻ്റെ ടോപ്പിൽ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഫയൽ റിട്ടേൺ ഫോർ ദി ഇയർ 31 മാർച്ച് 2024 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ ഫയൽ കൊടുക്കാം, അല്ലെങ്കിൽ റെസ്യൂം ഫയലിംഗ് കൊടുക്കാം. അതായത് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ആയിട്ട് കിടക്കും, അത് വരെ കണ്ടിന്യൂ ചെയ്യാം. ഞാനത് ഓൾറെഡി ക്ലാസ് ഈസി ആക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് റെസ്യൂമിങ് ഇറ്റ്. ഇതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാഷ്ബോർഡ് ഫയൽ റിട്ടേൺ എടുക്കുക, അതിൽ ITR2 എന്ന് പറയുന്ന ഫോം നിങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ITR2 സെലക്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് സേവ് ആയി കിടന്നോളൂ, റെസ്യൂം ഫയലും ചെയ്താൽ. ഇതിന് മെയിനായിട്ട് 5 ടേബിൾസ് ആണ് വരുന്നത്. ജനറൽ ഇൻഫർമേഷൻസ്, ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ഇൻകം ആണ് അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ മനസ്സിലായി നമുക്ക് ഏതൊക്കെ ഹെഡിൽ ഇൻകം ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കിട്ടി. ആ ഹെഡുകളെ സെലക്ട് ചെയ്യണം. സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ പുതിയ സ്കീമിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. ഈവൻ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കത് എടുക്കാൻ പറ്റത്തില്ല പുതിയ സ്കീമിൽ. അപ്പം നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. ക്യാപിറ്റൽ ഗെയിൻ സെലക്ട് ചെയ്യാം. നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 112A എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. ആ ടേബിൾ സെലക്ട് ചെയ്യാം. വേറെ നമുക്ക് ഡിഡക്ഷൻസ് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഒന്നുമില്ല. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻകം ഉണ്ട്. അപ്പോൾ ആ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷനുള്ള കുറേ ഡാറ്റ ഈ ഫോമിൽ ഓട്ടോ ഡ്രാഫ്റ്റ് ആണ്. അത് കറക്റ്റാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ പണിയിൽ പോയി. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പോയിട്ട് ഒരു ഫീഡ്ബാക്കും കൂടെ കൊടുക്കുക. തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്, വേറെ പാനിന് കീഴിലുള്ളതെന്ന് പറഞ്ഞൊരു റീമാർക്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്സും കൂടെ കൊടുക്കുക. AS ഡൗൺലോഡ് ചെയ്ത വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഫസ്റ്റ് ടേബിൾ ആണ് ജനറൽ ഇൻഫർമേഷൻ, മാൻഡേറ്ററി ഫീൽഡാണ്. സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. എഡിറ്റ് ചെയ്യാം. ഫയലിംഗ് സ്റ്റാറ്റസ് എടുക്കുക. ഫസ്റ്റ് ഫയലിംഗ് ഉണ്ട്, അതായത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിന് മുമ്പാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി 139(1) സെലക്ട് ആവും ഡീഫോൾട്ട് ആയിട്ട്. അതിനുശേഷം പുതിയ സ്കീമാണോ പഴയ സ്കീമാണോ, 2024-25 ഓൺവേർഡ്സ് എല്ലാവരും ഓട്ടോമാറ്റിക്കലി പുതിയ സ്കീമിലേക്ക് ആയിരിക്കും പോകുന്നത്. പഴയ സ്കീമിലേക്ക് പോകണമെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. ഓപ്റ്റ് ഔട്ട് ഫ്രം ന്യൂ. നമ്മൾ പുതിയ സ്കീമിൽ തന്നെയാണ്. സോ അത് സെലക്ട് ചെയ്യുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആണെന്ന് കാണിക്കുക. പിന്നെ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. റെപ്രസെൻറ്റേറ്റീവ് അസസ് ചെയ്യണോ അല്ല. വേറെ ഏതെങ്കിലും കമ്പനി ഡയറക്ടർഷിപ്പ് ഉണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. അൺലിസ്റ്റഡ് ഷെയറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കുക. ഇല്ലാത്ത സ്ഥിതിക്ക് അത് കൊടുക്കണ്ട, സേവ് ചെയ്യുക. അതോടൊപ്പം തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മിനിമം ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കണം. അത് ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പ്രീ വാലിഡേറ്റ് ആയിട്ട് കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ ആ അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് അത് പ്രീ വാലിഡേറ്റ് ചെയ്യണം. പ്രീ വാലിഡേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഡീറ്റെയിലും ആണോ എന്ന് ഈ പറയുന്ന വെബ്സൈറ്റ് ക്രോസ് വെരിഫൈ ചെയ്യും. കാരണം അതിലേക്ക് മാത്രമേ റീഫണ്ട് കൊടുക്കത്തുള്ളൂ. അതിലൊരു അക്കൗണ്ട് എന്ത് ചെയ്യണം, റീഫണ്ടിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുകയും വേണം. അതിനുശേഷം കൺഫേം ചെയ്യാം. ഫസ്റ്റ് ടേബിൾ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഷെഡ്യൂളാണ് സാലറിയുടെ ഷെഡ്യൂൾ. സെലക്ട് ചെയ്യാം. ഈ വർഷത്തെ നമ്മുടെ സാലറി ഡീറ്റെയിൽ ആണ്. ഇത് ഫോം 16 നിന്ന് ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കേസിൽ 12 ലക്ഷം രൂപയാണ് സാലറി. ആ സാലറിയുടെ ഡീറ്റെയിൽ ഞാനിവിടെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാലറി ഹെഡിൽ പുതിയ സ്കീമിൽ ഒരേ ഒരു ഡിഡക്ഷൻ ഏതാണ് 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അത് ഓട്ടോമാറ്റിക്കലി അണ്ടർ 16 വരും. നമ്മുടെ ടാക്സബിൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,50,000 രൂപയാണ്. അടുത്ത ഷെഡ്യൂളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഡീറ്റെയിൽ കൊടുക്കണം. അപ്പം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ഷെഡ്യൂൾ സെലക്ട് ചെയ്യാം. ഏതൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ആണോ ആപ്ലിക്കബിൾ. നമ്മളെ സംബന്ധിച്ച് ഷെയറിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 ഷെയർ, ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും വേറെ എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും. അപ്പം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111A, ലോങ് ടൈം ആണെങ്കിൽ 112A. രണ്ടും ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മൾ സെലക്ഷൻ കൊടുത്തതനുസരിച്ച് ഷോർട്ട് ടൈമും ലോങ് ടൈമിൻ്റെ ടേബിളുകൾ ഓണായി വരും. എൻ്റെ ഇവിടെ എമൗണ്ട് വരുന്നു, കാരണം ഞാനത് ഓൾറെഡി കൊടുത്താണ്. ക്ലാസ് സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. ലെറ്റ്സ് സീ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഷെയർ വാങ്ങിച്ച് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ വിറ്റ് തന്നെയാണ് ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ആ എക്സലിൽ കണ്ടായിരുന്നു. ആ എക്സലിന് എന്ത് ചെയ്യാം, നിങ്ങൾ ഫിൽട്ടർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ റിപ്പോർട്ട് വാങ്ങിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ കിട്ടും. ആ എമൗണ്ട് നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സലിൽ ആഡ് ഓൺ ചെയ്തെടുക്കുക. നമ്മുടെ ടോട്ടൽ ഷോർട്ട് ടൈം ഗെയിൻ എത്രയാണ്, ഷോർട്ട് ടൈം ലോസ് എത്രയാണ്, ലോങ് ടൈം ഗെയിൻ എത്രയാണ്, ലോസ് എത്രയാണ്. അപ്പോൾ ഷോർട്ട് ടൈമിൻ്റെ ടേബിൾ സിമ്പിളാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പല ഷെയർ വാങ്ങിച്ചിട്ട് വിറ്റാണ്. ഷോർട്ട് ടൈം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഷെയറിൻ്റെ എല്ലാം കൂടെ വാല്യൂ കൂട്ടിയെടുത്താൽ മതി. ഓരോന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള പർച്ചേസ് കോസ്റ്റും എടുക്കുക.
അതായത് വിറ്റ ഷെയറിന്റെ പർച്ചേസ് കോസ്റ്റ്. ഈ വർഷം വാങ്ങിച്ചതല്ല, കാരണം ഈ വർഷം വാങ്ങിച്ചിട്ട് നിങ്ങൾ വിറ്റില്ലെങ്കിൽ അതിപ്പോൾ വരത്തില്ല ക്യാപിറ്റൽ ഗെയിൻ. ഒന്നുകൂടെ പറയാം, ഈ വർഷം നിങ്ങൾ വിറ്റ ഷെയറിന്റെ ഡീറ്റെയിൽ മാത്രം, ആ ഷെയർ എന്നാണോ വാങ്ങിച്ചേ ആ എമൗണ്ട്, ആ ഒരു കാര്യം എടുക്കുക. അപ്പോൾ വിത്തിൻ 1 ഇയറിനുള്ളിൽ വാങ്ങിച്ചിട്ട് വിറ്റ് ഷെയർ, അതിന്റെ ഫുൾ കൺസെഷൻ എത്ര രൂപയ്ക്കാണ് വിറ്റാൻ എടുക്കുക, വാങ്ങിച്ച എമൗണ്ടാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും എക്സ്പെൻസസ്, അപ്പോൾ ഈ എക്സ്പെൻസിന്റെ ഡീറ്റെയിൽ കിട്ടണേ ബ്രോക്കേഴ്സിന്റെ റിപ്പോർട്ടിനെ കിട്ടത്തുള്ളൂ, ആനും ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് കിട്ടില്ല. അപ്പം ഈ ബ്രോക്കർ എമൗണ്ട് ഒന്നും വലിയ കാര്യമില്ല, ചെറിയ ചെറിയ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വേണേൽ ഇഗ്നോർ ചെയ്തിട്ട് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഡാറ്റ അവൈലബിൾ അല്ലെങ്കിൽ. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്രോക്കേഴ്സിന്റെ ഡീറ്റെയിൽ കൊടുക്കുക. നെറ്റ് എമൗണ്ട് ആയിരിക്കണം ടാക്സിബിൾ ആയിട്ട് വരുന്നത്, അതിന് മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ഇപ്പം ഇവിടെ 9,68,912 രൂപ വിറ്റ എമൗണ്ടും 5,00,000 സംതിങ് പർച്ചേസ് ചെയ്ത എമൗണ്ടും 3,81,362 രൂപയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. സമ്മറി അത്രയും കൊടുക്കുക, സേവ് ചെയ്യാം. അടുത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടേബിളാണ്, അത് സെലക്ട് ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന 112A എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചാണ്. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2018 മുമ്പ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യില്ലായിരുന്നു. 2018 ക്യാപിറ്റൽ ഗെയിൻ കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾ വാങ്ങിച്ച ഷെയർ 2018 മുമ്പാണ് വാങ്ങിച്ചതെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ഷെയറിന്റെ പർച്ചേസ് കോസ്റ്റ് കൊടുക്കണം. 2018 ശേഷമാണ് നിങ്ങൾ ഷെയർ വാങ്ങിച്ചതെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ഷെയർ, അപ്പം ഇവിടെ ആഫ്റ്റർ എന്ന് കൊടുക്കുക. അപ്പം ഫുൾ എമൗണ്ട് കൺസോളിഡേറ്റ് ആയിട്ട് കൊടുത്താൽ മതി. അതായത് 2018 ശേഷം വാങ്ങിച്ചിട്ട് ഈ വർഷം നിങ്ങൾ വിറ്റ ഷെയർ, അതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന്റെ സമ്മറി കൊടുത്താൽ മതി, കൺസോളിഡേറ്റഡ് ഫിഗർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കേസിൽ 14,96,000 രൂപ പർച്ചേസ് കോസ്റ്റും 17,00,000 സെയിൽ എമൗണ്ടുമാണ്. ബ്രോക്കറേജ് അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ നമുക്ക് ഇവിടെ കൊടുക്കാം. 2018 മുമ്പാണെങ്കിൽ ഓരോ ഷെയറിന്റെ ഡീറ്റെയിൽ കൊടുക്കണം. അതിനൊരു ലോജിക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾ 2010 വാങ്ങിച്ച ഒരു ഷെയർ 2024 വിൽക്കുവാൻ നോക്കിക്കും, ക്യാപിറ്റൽ ഗെയിൻ വരും. പക്ഷെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, 2018 കോസ്റ്റ് നമുക്ക് വേണേൽ എടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ ഷെയറിന്റെ ഡീറ്റെയിൽ കൊടുക്കണം, അതാണ് അതിന്റെ ലോജിക്ക്. അങ്ങനെ വരുമ്പോൾ ഓരോ ഷെയറിന്റെ ഡീറ്റെയിലും കൊടുത്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളെ സംബന്ധിച്ചാണ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ സാലറി ക്യാപിറ്റൽ ഗെയിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി ഫില്ലപ്പ് ചെയ്തു. ഇനി അടുത്തതാണ് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ്. സെലക്ട് ചെയ്യാം. ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ഡീറ്റെയിൽ ആണ് ഇത്. ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോ ജനറേറ്റ് ആയിട്ട് വന്നതാണ്. ഡിവിഡന്റ് ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക റെസ്പെക്റ്റീവ് ഹെഡിൽ. ഇവിടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. നമുക്ക് അതിനൊന്നുമില്ല, എന്തൊക്കെയാണോ ഉള്ളത് അത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. 33,620 രൂപയാണ് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ്. എന്തെങ്കിലും ഡിഡക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ബ്രേക്കപ്പ് കിട്ടും, കൺഫേം ചെയ്യുക. അടുത്തൊരു ടേബിളാണ്, നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ അല്ല ലോസ് ഉണ്ടാകും, അതായത് ഷെയർ മേടിച്ചിട്ട് വിറ്റ് ലോസ് ആയിട്ട് നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം, അതും ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെ 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ലോങ് ടൈം ലോസ് 8 വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാം, ഷോർട്ട് ടൈം ലോസ് 8 വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റ് ഓഫേഡ് ചെയ്യുന്ന ഹെഡിംഗ് ആണ് ഇനിയുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് ഇയറിലെ ഇൻകം ലോസും സെറ്റ് ഓഫ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ആണത്. അപ്പോൾ നമ്മുടെ കറണ്ട് ഇയറിലെ ഇൻകം ഹെഡ് വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ഹൗസ് പ്രോപ്പർട്ടി ലോസ്, പിന്നെ ഏതെങ്കിലും കറണ്ട് ഇയറിലെ ലോസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിനുശേഷമുള്ള നമ്മുടെ കറണ്ട് ഇയറിലെ ഇൻകം ആണ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് ആപ്ലിക്കബിൾ അല്ല, സോ യു കൻ ജസ്റ്റ് കൺഫേം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കറണ്ട് ഇയറിലെ ലോസ് കഴിഞ്ഞ വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ ലോസ് ക്യാരി ഫോർവേഡ് ആയിട്ട് വന്നതിന്റെ ഡീറ്റെയിൽ, പിന്നെ ഈ വർഷത്തെ ലോസ് ഫ്യൂച്ചറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അതിന്റെ ഡീറ്റെയിൽ ഒക്കെയാണ് ഈ ടേബിൾ വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാൻ, എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെ സംബന്ധിച്ച് ലോസ് ഇല്ലാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാം. ഡിഡക്ഷൻസ്, നമുക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആപ്ലിക്കബിൾ അല്ല, കാരണം പുതിയ സ്കീമിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഇത് ഇഗ്നോർ ചെയ്യാം. ഇനി അടുത്താണ് നമ്മുടെ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. അതെടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനൊരു പ്രസന്റേഷൻ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റിൻ്റെ അകത്ത് നിങ്ങളുടെ ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് വരുന്നത്. സാലറി 12 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അത് 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചതിന് ശേഷം 11,50,000 രൂപ നമുക്ക് കിട്ടി. പിന്നെ നമുക്കുള്ളത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം എന്ന് പറയുന്ന 2 ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്കുള്ളത്. ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,06,812 രൂപയും, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,81,362 രൂപയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 5,88,176 രൂപ വരും. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് നമുക്ക് ഡിവിഡന്റ് ഇൻകം ഉണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, 33,620 രൂപ ഉണ്ട്. നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 17,71,794 രൂപ വരും. ഇതിന്റെ ടാക്സും എങ്ങനെ വരും കാണിച്ചു തരാം. നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സ്പെഷ്യൽ റേറ്റ് ആണ്. അതായത് ഷെയർ ആണെങ്കിലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 112A എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് 10% ടാക്സേ വരുള്ളൂ. ഷോർട്ട് ടൈം ആണെങ്കിൽ 15% ടാക്സ് വരും. അപ്പം
ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, 1.2A അനുസരിച്ച് 1 ലക്ഷം രൂപയ്ക്ക് ടാക്സും വരില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 2,06,812 രൂപ ഉണ്ടായിരുന്നു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതിൽ 1 ലക്ഷം രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഒന്നതിൻ്റെ 10% ടാക്സ് എന്ന് പറഞ്ഞാൽ 10,681 രൂപ വരും. ഷോർട്ട് ടൈം ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,86,362 രൂപ, 15% ടാക്സ് പറഞ്ഞാൽ 57,204 രൂപ വരും. അപ്പോൾ സ്പെഷ്യൽ റേറ്റിനനുസരിച്ചുള്ള നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ആണിത് 67,885 രൂപ വരും. അടുത്തത് ഇത് കുറച്ചിട്ടുള്ള നമ്മുടെ സാലറി ഇൻകം, അതർ സോഴ്സിന്റെ ഇൻകം ആണ് നോർമൽ ഇൻകം. ആ നോർമൽ ഇൻകം പുതിയ സ്ലാബിലാണ് ടാക്സ് വരുന്നത്. 3 lakhs വരെ ടാക്സ് വരില്ല. 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 5% ടാക്സ്, അതായത് 15,000 രൂപ വരും. 6 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 10% ടാക്സ്, അത് എത്ര വരും? 30,000 രൂപ വരും. പിന്നെ 9 ലക്ഷം രൂപ തൊട്ട് നമുക്ക് എത്രയുണ്ട്? ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സ്പെഷ്യൽ ഇൻകം കുറച്ച് കഴിയുമ്പം ഈ 5,88,176 കുറച്ച് കഴിയുമ്പം 11,83,620 രൂപ നമുക്ക് ഇൻകം ഉണ്ട്. 18% ടാക്സ് വരും അതിന്, അതായത് 42,542 രൂപ വരും. അപ്പം നോർമൽ ടാക്സ് എന്ന് പറയുന്നത് 87,542 വരും. അതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,55,427 രൂപ വരും. 4% സെസ് ആഡ് ചെയ്യാം. ടോട്ടൽ ടാക്സ് പറഞ്ഞാൽ 1,61,646 രൂപ വരും. അതാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻസ് കാണുന്നത്. അടുത്തത് ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് ആണ്. ഇത് ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽ ആണ്. അതായത് നമ്മൾ സാലറി ഉള്ളവരാണെങ്കിൽ എംപ്ലോയർ TDS പിടിച്ച അതിന്റെ എമൗണ്ട്, ഡിവിഡൻഡ് വന്നപ്പോൾ പിടിച്ച TDS എമൗണ്ട്, ഇൻട്രസ്റ്റിന്റെ TDS എമൗണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ വരുവാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം, അവർ പിടിക്കാറില്ല. ഇപ്പോൾ 10% 15% ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് നമ്മൾ ലേറ്റ് ആകുന്നതോറും ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതാത് വർഷം അടയ്ക്കുവാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആയിട്ടോ സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയിട്ടോ അടയ്ക്കാം. ആ എമൗണ്ട് എല്ലാം ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക വന്നിട്ടുണ്ടോ വീഡിയോ. നമ്മളെ സംബന്ധിച്ച് 28,056 രൂപ മാത്രമേ TDSും TCSും അഡ്വാൻസ് ടാക്സ് ആയിട്ട് വന്നിട്ടുള്ളൂ. കൺഫേം ചെയ്യുക കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട്. ലാസ്റ്റ് പ്രോസസ്സാണ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടേഷൻ ആണ്. നമ്മൾ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,61,645 രൂപ വരും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് വരും, കാരണം നമ്മൾ ടാക്സ് അടയ്ക്കാൻ ഡിലേ വന്നു. കാരണം ആകെ 28,056 രൂപയെ നമ്മൾ അടച്ചിട്ടുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി എത്ര അടയ്ക്കണം? 1,46,340 രൂപ പേ ചെയ്യണം. അപ്പോൾ അത് പേ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെല്ലാൻ ക്രിയേറ്റ് ആവും. അതനുസരിച്ച് നമ്മുടെ നെറ്റ് ബാങ്ക് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. പേ ചെയ്ത് കഴിയുമ്പം ആ എമൗണ്ട് നമ്മളിവിടെ കാണിക്കാം. എമൗണ്ട് പെയ്ഡ് ടാക്സ് പെയ്ഡിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കാണിക്കുക. വന്നിട്ടില്ലെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കുക. ഓട്ടോമാറ്റിക്കലി വരുവാണ് ഒന്നും ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് പേയബിൾ 0 ആകണം. അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഫയലിൻ്റെ അകത്ത് പേ ടാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യുമ്പോൾ മാറിക്കോരുത്. നമ്മൾ ഏത് അസസ്മെന്റ് ഇയർ ആണോ സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ അടയ്ക്കുന്നത്. ആ പൈസ അടയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ടാക്സ് പേയിനകത്ത് കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലുമൊക്കെ എറർ മാൻഡേറ്ററി ഫിൽ ചെയ്തിട്ടില്ല എറർ ആയിട്ട് കാണിക്കാം. അപ്പം ആ മാൻഡേറ്ററി ഫീൽഡ് ഒന്നും കൂടെ നിങ്ങൾ കറക്റ്റ് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സാണ് വെരിഫിക്കേഷൻ. നിങ്ങളുടെ ആധാർ OTP വരും, ആധാറിലേക്ക് OTP വരും. ആ OTP വെച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാം. നിങ്ങൾ റിട്ടേൺ നിർബന്ധമായിട്ട് വെരിഫൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ നോക്കുക, അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽ കൊടുത്ത് കറക്റ്റ് അല്ലെങ്കിൽ അതായത് ഡിഫക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഇന്ന കറക്ഷൻ ഉണ്ട്, അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിട്ടേൺ കംപ്ലീറ്റ് ആയിട്ട് അതായത് പ്രോസസ് ആകും. വിത്ത് നോ ഡിമാൻഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ 1 മാസം എടുത്ത്, ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി വരാം. പല ടൈമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് അതിൻ്റെ ഓരോ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം ഇതാണ് റിട്ടേൺ ഫയലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമ്മറി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. താങ്ക് യു ഫോർ ലിസണിങ്.